ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഒരു സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞാനൊരു വലിയൊരു റിവ്യൂ പറയുന്ന ആളൊന്നുമല്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഇന്ന് ഇവിടെ പറയുകയാണ്. ആദ്യമായിട്ട് പറയട്ടെ, ഞാനിന്ന് കാണാൻ പോയ സിനിമ എന്ന് പറയുന്നത് കാന്താര ചാപ്റ്റർ 1 ആണ്. പോയ തിയേറ്റർ എന്ന് പറയുന്നത് കൊല്ലത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് തിയേറ്ററുകളിൽ ഒന്നായ രേവതി സിനിമാക്സിലായിരുന്നു ഇന്ന് ഞാൻ സിനിമ കാണാൻ പോയത്. ഓഡിയോ 1 സ്ക്രീൻ ഓഡിയോ 1 ആയിരുന്നു കേട്ടോ. അപ്പോൾ സിനിമ കാണാൻ പോയതിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യ ഭാഗം ഞാൻ ഭൂരിഭാഗം ആളുകൾ കണ്ടുപോലെ ഒ ടി ടിയിൽ തന്നെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അത് ആ ഒരു എക്സ്പീരിയൻസ് അല്ല, അത് ആ ഒന്നാം ഭാഗം തന്ന ആ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് എന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്ന ചാപ്റ്റർ 1 എത്തിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഡയറക്ടറും നായകനുമായ ഋഷഭ് ഷെട്ടിയെക്കുറിച്ച് തന്നെ പറയണം. പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അമ്മാതിരി പരിപാടികളാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ പുള്ളി ഈ സിനിമ ഡയറക്ഷനും നായക വേഷവും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ജയറാമേട്ടൻ. പുള്ളി ഈ സിനിമയിൽ ഒന്നാം തരം പല ഭാഷയിലും പോയി പുള്ളി പല കോമാളിത്തരങ്ങളും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതെല്ലാം മാറ്റി വെച്ച് ഈ സിനിമ കിട്ടുന്ന പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് അന്യഭാഷ ചിത്രങ്ങളിലൊന്നാണ് ഇതെന്ന് ഞാൻ പറയും. പിന്നെ ഇതിൽ നായികയായിട്ട് വരുന്ന ആ നടിയും മികച്ച രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ മറ്റു ചില ക്യാരക്ടറുകൾ ശരി നമ്മൾ കന്നഡയായതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടൊന്നും അവരെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചും പറയുന്നില്ല. ഇതിലെന്തായാലും സിനിമ അഭിനയിച്ചിരിക്കുന്നില്ല, അവൻ്റെ ക്യാരക്ടറും ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയിലോട്ട് വരുമ്പോൾ പറയാൻ കാര്യം ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെയാണ് ദൈവവും അതുമായി ബന്ധപ്പെട്ട മിത്തുകളും തന്നെയാണ് സിനിമയിൽ പറയുന്നത്. പിന്നെ ഇതിൽ വരുമ്പോൾ ഇതിലൊരു ദൈവത്തെ നല്ല രീതിയിൽ കാണുന്ന ആളുകളും ദൈവത്തെ എങ്ങനെ മോശമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെയും കഥയാണ് ഇതിൽ പറയുന്നത്. സ്വാഭാവികമായിട്ട് ചാപ്റ്ററിൽ പോലെ ഒരു രാജാവ് ഒരു പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി കാണിക്കുന്ന കുറച്ച് പരിപാടികളും അതിന് എതിരെ അവിടുത്തെ ദൈവം പ്രവർത്തിക്കുന്ന കുറച്ച് പരിപാടികളും തന്നെയാണ് ഈ സിനിമയിലും പറയുന്നത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം VFX തന്നെയാണ്. മികച്ച രീതിയിൽ VFX ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ചില ഭാഗങ്ങളിൽ ചെറിയൊരു ഭാഗത്ത് മാത്രം മോശമായ രീതിയിൽ VFX ചെയ്തിട്ടുള്ളൂ. ബാക്കി ആക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയാൽ ഈ സിനിമ ഈസ് എ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഇത്.